അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നമുക്ക് പരിപാടി തണ്ട് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത് ഇദാ കാന ജുൻഹുൽ ലൈലി ഫകുഫു സുബിയാനക്കും. ജാവ് മുന്നിട്ട് വണ്ട സന്ദർഭത്തിൽ പോൽ കഴിഞ്ഞിട്ട് ജാവയുടെ സന്ദർഭത്തിൽ മോന്തിയാവുടെ സന്ദർഭത്തിൽ നിങ്ങളെ മക്കളെ നിങ്ങൾ എന്താക്കറു ഔത്തിൽ പിടിച്ച് വെക്കറു പർത്തുപെടണ്ട. ഫൈന ഷൈത്താന യന്തശ്രുഹീന ഇതിൻ കാരണം എന്തേ ആ സന്ദർഭത്തിൽ ഷൈത്താന്മാർ സഞ്ചരിക്കടെ പറക്കടതായ സന്ദർഭമായിരിക്കും. ഷൈത്താന്മാരുടെ ആക്ടിവിറ്റീസ് അങ്ങനെ കാര്യാചരണെ തുടങ്ങുന്നതായ സന്ദർഭം. അതുകൊണ്ട് ഫൈദാ ദഹബ സാഅത്തുൻ മിനൽ ലൈലി ഫഖല്ലൂഹും. നിങ്ങൾ ആ സന്ദർഭത്തിൽ മക്കൾ എന്താക്കണ്ട പർത്തുപെടണ്ട. ഇനി തെല്ലനേര ജാവ് കറക്റ്റായാൽ പിന്നെ മോന്തിയെല്ലാം പോയിട്ട് ജാവ് ആയാൽ പിന്നെ ഫഖല്ലൂഹും അങ്ങനെ എന്താക്കറു പർത്തുപെടൽ തൊന്തരല്ല. അപ്പൊന്നും ഷെയ്ത്താൻ ബുദ്ധിമുട്ടാക്കില്ല. അപ്പോൾ മക്ക സാധാരണ അസറ ടൈമിലെല്ലാം പുറത്ത് കളിക്കോ പോകേണ്ടത് സഹജമായിട്ടിരിക്കും. അതേ സന്ദർഭത്തിൽ ആ മക്കളെ മോന്തി തോൽ കളിക്ക പോട്ടിറങ്ങ ഉള്ള ശരി പേരൻസുമാർ അത് മഹാ തപ്പായിട്ടിക്കട്. അതുകൊണ്ട് മക്കവും ഫ്യൂച്ചറിൽ പല നിലക്കുള്ള ശൈത്താനിയായ പൈശാചികമായ ബാധ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മക്ക ഹട്ടകെട്ടുന്നതും മക്ക അനുസരണക്കേടാക്കുന്നതും ഇതെല്ലാം ഒരു കാരണം ഇതായിട്ട് ഷൈത്താൻ്റെ ബാധങ്ങൾ. ഷൈത്താൻ ആ സന്ദർഭത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടും ഷൈത്താൻ മക്കളെ എന്താക്കട് മക്കളെ തടിയിൽ തൊന്തര ഉണ്ടാക്കട്. ഇന്ന ഷൈത്താന ഇബ്നി ആദമ മജ്റദ്ദമീൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നത് ഷൈത്താൻ മനുഷ്യന്മാരെ നരനാടിൽ കൂടി സഞ്ചരിക്കാനുള്ള ശക്തി അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷൈത്താന്മാരെ സംബന്ധിച്ച് ഞങ്ങൾ ജാഗ്രത ആക്കണം. പ്രത്യേകിച്ച് നാളെ മക്കളെ ഭാരി ജാഗ്രത ആക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെല്ലുക അഗ്ലിക്കുൽ അബ്വാബ വദ്കുർ ഇസ്മല്ലാഹ്. നിങ്ങൾ ബായിൽ അടച്ചു വെക്കറു വദ്കുർ ഇസ്മല്ലാഹ് അള്ളാഹുടെ പേര് നിങ്ങൾ ചൊല്ലു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെന്നിട്ട് ബായിൽ അടക്കവും. ഫൈന ഷൈത്താന ലാ യഫ്തഹു ബാബ മുഗ്ലഖൻ. അടച്ചിടപ്പെട്ടതായ ബായിൽ ഷൈത്താൻ്റെ പ്രവേശം ഉണ്ടാവില്ല. ബായിൽ മുച്ചി വെച്ചിട്ടായി ഷൈത്താനും മണ്ണില്ല. ബായിൽ തുറന്നു വെച്ചെങ്കിൽ ചിലപ്പോൾ ഷൈത്താന് ഔത്തുള്ളുകം നൂണ്ടിട്ട് പല നിലക്കുള്ള കിതാപത്തിയാക്കുക ചാൻസ് ഉണ്ട്. വൗക്കു കിറുബക്കും വദ്കുർ ഇസ്മല്ലാഹ്. നിങ്ങളെ തോൽപാത്രങ്ങൾ നിങ്ങളെ പാത്രങ്ങൾ തിന്ന ഭക്ഷണത്തെ പാത്രങ്ങളെല്ലാം മുച്ചി വയ്ക്കറു. മുച്ചി വയ്ക്കും അള്ളാഹുടെ പേര് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചെന്നിട്ടേ മുച്ചി വയ്ക്കറു. എല്ലാ നല്ല കാര്യത്തും ബിസ്മി ചൊല്ലണം. പ്രത്യേകിച്ചും ഈ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് ചൊന്നു. അപ്പോൾ ബിസ്മി ചൊന്നിട്ട് എന്താക്കറു പാത്രങ്ങളെല്ലാം മുച്ചി വയ്ക്കറു. അപ്പോൾ എല്ലാ തൊന്തര തൊട്ട് കാക്കപ്പെട്ടു. തുറന്നു വെച്ച പാത്രത്തിൽ ഭക്ഷണങ്ങൾ തുറന്നു വെച്ചിട്ടായെങ്കിൽ പല ഇടങ്ങേറങ്ങൾ ഉണ്ടാവണം. ഡോക്ടർമാരെ ചെല്ലാറ് പാത്രം മുച്ചി വെക്കണം. അതുകൊണ്ടായിരിക്കും സ്ട്രീറ്റ് ഫുഡുങ്ങ റോഡ് സൈഡിൽ വിൽക്കുന്നതായ ഫുഡുങ്ങളെല്ലാം തിന്നു തീരാണ്ട്. കാരണം പല നിലക്കുള്ള കീട്ടാണുങ്ങളെല്ലാം ആ ഫുഡിൽ വന്ന് ദഹിക്കരുത്. അതുകൊണ്ട് തുറന്നു വെച്ചതായ ഫുഡുങ്ങ തിന്നു തീരാണ്ട് ഡോക്ടർമാരെ ചെല്ലാറ്. ഇത് 1400 വർഷം മുന്നേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിപാടി തന്നത്. വാത്തിഫിഹു മസാബിഹക്കും. നിങ്ങളെ ഔത്തരെ തിരി അത് നിങ്ങൾക്ക് എടുത്തിട്ട് കിടക്കറു. തിരി എന്താക്കണ്ട അങ്ങനെ കത്തിച്ച് വെക്കണ്ട. പണ്ടെല്ലാം ഈ ലൈറ്റില്ലാത്ത സന്ദർഭത്തിൽ ചിമ്മിനി വെച്ചിട്ട് കിടന്നിട്ടിരുന്നാർ. പലപ്പോഴും ഔത്തുൽ പണ്ടെല്ലാം എലിയുടെ കാട്ടങ്ങാരായതുകൊണ്ട് എലിങ്ങ വന്നിട്ട് ആ തിരി കങ്കനിട്ടിട്ടാകുമ്പോൾ ഔത്തുക്ക് തീ പിടിച്ചതിന് പല സംഭവവും സംഭവിച്ചു. അപ്പോൾ തിരി എന്താക്കണ്ട പിന്നെ ഓണാക്കി വെക്കണ്ട. കറണ്ടായെങ്കിലും ഈ സന്ദർഭത്തിൽ ഞങ്ങൾ കറണ്ട് വെറുതെ പോലാക്കുന്ന സമയമല്ലേ. അപ്പോൾ എല്ലാ നിലക്കും ഞങ്ങൾ ഔത്താക ചെറിയൊരു പിന്നെ ഡിം ലൈറ്റ് വയ്ക്കുകയും തന്നിരല്ല. അല്ലെങ്കിൽ പിന്നെ ഈ ഫുൾ പവർ ലൈറ്റെല്ലാം വെച്ചിട്ട് കിടക്കുന്നത് അത്ര നല്ലതൊന്നും അല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സുന്നത്തും കൂടെ ഏറ്റിക്കിട്. അപ്പോൾ ഈ നിലയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പൂർണ്ണമായിട്ട് ഞങ്ങളെ സുരക്ഷിതത്വം പിന്നെ ഉദ്ദേശിച്ചിട്ട് ഒരുപാട് ഉപദേശം നമുക്ക് ഈ ഹദീസിൽ കൂടി തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹാഫിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി
അതിൻ്റെ ഫത്തുഹുൽ ബാരിയിൽ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇന്നമാ ഖീഫ അല സ്വിബിയാനി എന്ന നജാസത്തല്ലത്തി തലൂദു ബിഹ ഷൈത്വാനു മൗജൂദത്തുൻ മാഹും ഗാലിബൻ. ഈ മക്കളെ ഈ മോന്തിൻ്റെ ടൈമിൽ മക്കളെ പറുത്തുപൊടുത്തീരാൻ ചെന്തല്ലേ. അപ്പോൾ ഷെയ്ത്താനുക്ക് മക്കളെ മേലെ മാത്രം എൻ്റെ കണ്ണ്, ബലിയങ്ങളെ മേലെ എന്താ കണ്ണില്ലേ. ആ സന്ദർഭത്തിൽ ബലിയങ്ങൾക്ക് പുറത്തു പോകാൻ ബലിയങ്ങളെ പുറത്തു പോകത്തിയാണ് എന്ത് വിരോധിച്ചിട്ടില്ല. അത് കാരണം പിന്നെ മക്ക ചെന്നെങ്കിൽ മക്ക എപ്പോഴും നജസ്സുമായിട്ട് ഏറെ പേര് നടക്കുക ആ മക്ക ഇരിക്കാറ് അല്ലേ. മക്കളെ മേൽ നജസ്സിക്കിട് ഷെയ്ത്താനുകായെങ്കിൽ നജസ് എനിക്ക് ഭാരി ഇഷ്ടം. അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇപ്പോൾ ടോയ്ലറ്റിലല്ല പിന്നെ ഞങ്ങൾ ഷെയ്ത്താൻ്റെ തൊട്ട് കാവൽ കേൾക്കടേ. അപ്പോൾ എവിടെയുള്ള നജസ്സുണ്ട് അവിടെ ഷെയ്ത്താനുമാൻ്റെ എത്തത് ഔത്ര ചുറ്റുഭാഗത്തെല്ലാം ആകെ ക്ലീൻ വെക്കുമെന്ന് ചൊല്ലി ഓരോരോ മൂലയിലും ക്ലീൻ വെക്കുമെന്ന് ചൊല്ലിയത് കാരണം അവിടെ ഷെയ്ത്താന്മാർ വന്ന് താമസിക്കിടാറുണ്ട്. അപ്പോൾ ഈ മക്കളിൽ യാറെ നജസ് ഇക്കൂടെ ചാൻസസ് ഉണ്ടല്ലോ കൊണ്ടു മക്കൾ സാധാരണ പാമ്പസ് ഇട്ടിട്ട് അല്ലെങ്കിൽ മൂത്രലേക്ക് മക്കളെ മേൽ അപ്പോൾ ഷെയ്ത്താൻ അറ്റാക്ക് ആക്കുക യാറെ സാധ്യതയുണ്ടോ. അതുകൊണ്ടായിരിക്കും മക്കളെ പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു ചൊല്ലോ കാരണമാണ് ഇബ്നു ഹജർ റഹിമഹുല്ലാ എടുത്തു ചെല്ല്. മാത്രമല്ല വദ്ദിക്റു മഫ്ഖൂദും മിന സുബിയാനി ഗാലിബൻ. ഷെയ്ത്താൻ്റെ തൊട്ട് കാവൽ കേൾക്കുമ്പോൾ നമുക്ക് ദിക്ർ വേണം. നമ്മൾ ദിക്ർ ചെന്നുകൊണ്ട് നിൻ്റെ ഷെയ്ത്താൻ മുട്ട വേണ്ടില്ല. പക്ഷേ മക്കവും ദിക്ർ കൊന്തില്ലല്ലേ. മക്ക ദിക്റുമായിട്ട് ദൂരത്തായി പിന്നെ മക്കവും ദിക്ർ കൊന്തിക്കില്ല. അതുകൊണ്ട് ഷെയ്ത്താനുക്ക് മക്കളെ പിടിക്കൂ ഭാരി സുലഭാവുള്ളൂ. വൽ ഹിക്മത്ത് ഫി ഇന്തിഷാരിഹിം ഹീന ഇതിൻ അന്ന ഹർക്കത്തുഹും ഫിൽ ലൈലി അംഖനു. ഷെയ്ത്താന്മാരെ പിന്നെ ആ സമയത്ത് എന്താ ഷെയ്ത്താന്മാർ സഞ്ചരിക്കണേ. അത് ജാവയുടെ സമയത്തിൽ ഇരുട്ട സന്ദർഭത്തിൽ ഷെയ്ത്താൻ്റെ ആക്ടിവിറ്റീസ് ജോറായിട്ടിരിക്കും. ഷെയ്ത്താന്മാർ പോലിൽ ചെമ്മ പിന്നെ പോലിലതിരെ പ്രവർത്തന കുറടിയും ജാവയുടെ പ്രവർത്തനമായിട്ടിരിക്കുന്ന യാറ. അപ്പോൾ സാധാരണയായിട്ട് താൻ ഉദ്ദേശിച്ച പക്കത്ത് എത്തുപോയിട്ട് ഷെയ്ത്താന്മാരെല്ലാം പിന്നെ ഗെൻറ്റുമുട്ടി കെട്ടിയിട്ട് അഥവാ പിന്നെ റെഡിയായിട്ട് പോകേണ്ട സന്ദർഭത്തിൽ ഇരിക്കുന്നത്. അതത് ഉദ്ദേശിച്ചത് അത് അനന്ത ജാവും അതുക്കുള്ളതായ ഡ്യൂട്ടി നിർവഹിക്കുകയും ഷെയ്ത്താന്മാർ പോയേണ്ടിക്കിടാം. ആ പോകേണ്ട തെരുവായിട്ടേക്കും ചിലപ്പോൾ നിങ്ങൾ ഔത്തറഞ്ഞ്. അപ്പോൾ സഹജമായിട്ട് അവിടെ എന്താക്കട് ഷെയ്ത്താൻ മക്ക കിറ്റിങ് ഉപദ്രാക്കട്. പിന്നെ ആ മക്ക ജീവന പര്യന്ത ഹട്ട കെട്ടുന്നതും ചെന്നുപോലെ കേൾക്കാത്തതെല്ലാം ഇത് ഒരു കാരണമായിട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ച് തണ്ടാൽ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങളുടെ മക്കളെല്ലാം ഷെയ്ത്താൻ്റെ ഉപ്പട്ടലത്തെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ ദുനിയാവിലും ആഖിറത്തും ഉപകരിക്കുന്ന മക്കളായിട്ട് അള്ളാഹു ആക്കി തീർക്കട്ടെ. ആമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.